നമസ്കാരം. എല്ലാ സർവേകളിലും മുന്നിൽ നിൽക്കുന്ന കുമ്മനത്തിന് വീണ്ടും മൈലേജ് കൂട്ടി മോദിയുടെ രംഗപ്രവേശം. തലക്കേറ്റ പരിക്ക് മൂലം പ്രചാരണത്തിന്റെ ഉഷാർ കുറഞ്ഞതോടെ തരൂർ ക്യാമ്പിൽ മൗനം കൂടുകയാണ്. എതിർ സ്ഥാനാർത്ഥിയെ വില കുറച്ചു കണ്ട് പ്രചാരണത്തിന് ഇറങ്ങിയ UDF ക്യാമ്പ് അവസാന നിമിഷം വെള്ളം കുടിക്കുമ്പോൾ സൗമ്യതയുടെ പ്രതീകമായി മുന്നേറുകയാണ് കുമ്മനം. ആഗോള പൗരന്റെ ഇമേജ് കൊണ്ട് ഇക്കുറി ഹാട്രിക് ആയിരുന്നു ശശി തരൂർ ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ തവണ BJPയുടെ O രാജഗോപാൽ കടുത്ത മത്സരം കാഴ്ചവെച്ചു. എന്നാൽ പ്രായം 93 ആയ രാജഗോപാൽ നിയമത്ത് ജയിച്ച് നിയമസഭയിൽ എത്തിയതോടെ തരൂരിന്റെ ആവേശം ഇരട്ടിയായി. ഇനി തനിക്ക് ശക്തനായ സ്ഥാനാർത്ഥിയെ നൽകാനാകില്ലെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അതിനിടെയാണ് ഗവർണർ പദവി രാജിവെച്ച് മത്സരിക്കാൻ കുമ്മനം രാജശേഖരൻ എത്തിയത്. അപ്പോഴും രാജഗോപാലിനോളം വരില്ല കുമ്മനമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പ്രതീക്ഷകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് കുമ്മനം മുന്നേറുന്നത്. വിനയത്തിന്റെ ഭാഷയിൽ വോട്ട് ചോദിക്കുന്ന കുമ്മനം തിരുവനന്തപുരത്ത് ഏറെ മുന്നിലെത്തിയിരിക്കുന്നു. അവസാന ലാപ്പിൽ ഓടിക്കയറാൻ തലയിലെ പരിക്ക് തരൂരിന് വിനയുമാണ്. അതുകൊണ്ട് തന്നെ ത്രികോണച്ചൂടിൽ വെന്തുരുകുന്ന തിരുവനന്തപുരത്ത് പ്രചാരണം അവസാന ദിവസങ്ങളിൽ കടുകട്ടിയാകും. കുമ്മനത്തെ തകർക്കാൻ ബ്രഹ്മാസ്ത്രം തേടുകയാണ് തരൂർ ക്യാമ്പ്. തരൂർ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ AI ഗ്രൂപ്പുകൾക്ക് സ്ഥാനാർത്ഥിയോട് താല്പര്യവുമില്ല. AICC അധ്യക്ഷന്മാരെ എത്തിച്ച് എല്ലാം ചൂട് പിടിപ്പിച്ചപ്പോഴാണ് ഗാന്ധാരി അമ്മൻ കോവിലിൽ തുലാഭാരത്തിനിടെ ത്രാസ പൊട്ടിവീണ് അപകടമുണ്ടായത്. ഇതിൽ വിശ്വാസികൾക്ക് എന്ത് തീരുമാനമാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. തരൂരിന്റെ വോട്ടുകളെയും ഇത് സ്വാധീനിക്കും. അങ്ങനെ തലയിലുണ്ടായ പരിക്കിൽ തരൂർ ആകെ ആശയക്കുഴപ്പത്തിലാണ്. തലക്കേറ്റ പരിക്ക് മൂലം പ്രചാരണത്തിന്റെ ഉഷാറ് കുറഞ്ഞതോടെ തരൂർ ക്യാമ്പിൽ മൗനം വർദ്ധിക്കുന്നു. ആരും തരൂരിന് വേണ്ടി പ്രചാരണം ഏറ്റെടുക്കാനും തയ്യാറല്ല. രാഷ്ട്രീയ ചരിത്രവും വോട്ട് കണക്കുമൊക്കെ ചികഞ്ഞു നോക്കിയാൽ 3 മുന്നണിക്കും ജയിക്കാനും തോൽക്കാനുമാകുന്ന മണ്ഡലങ്ങൾ ഇത്തവണ 3 പേർക്കും ജയിച്ചേ തീരൂ. വിശ്വപൗരൻ എന്ന പ്രതിച്ഛായയുള്ള ശശി തരൂർ UDFനായി 3ാം തവണയാണ് കളത്തിലിറങ്ങുന്നത്. 2009 ഇവിടെ തന്റെ കന്നി മത്സരത്തിൽ 99,998 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തോടെ അനായാസം ജയിച്ചു. 2014 BJPയിലെ O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തിയ പൊടിപാറിയ ത്രികോണ മത്സരത്തിൽ തരൂരിന്റെ ഭൂരിപക്ഷം 15,470 ആയി കുറഞ്ഞു. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവാണ് തരൂർ. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനത്തിന് താത്വിക ബലം നൽകിയതും അദ്ദേഹമാണ്. കഴിഞ്ഞ തവണ സാമുദായിക വോട്ടുകളിലൂടെ വിജയം മോഹിച്ച ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയത്. അതിനെതിരെ CPIയിലുണ്ടായ അന്തചിത്രത്തിൽ അമ്പുകൊണ്ടയാളാണ് C ദിവാകരൻ. പതിവായി CPI തോൽക്കുന്നുവെന്ന അപഖ്യാതിയും കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായതിന്റെ അപമാനവും കഴുകിക്കളയാൻ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് അവർ കണ്ടെത്തിയത്. ഒടുവിൽ നറുക്ക് വീണത് നെടുമങ്ങാട്ടെ MLA C ദിവാകരനും. എന്നാൽ ഇത്തവണയും കാര്യങ്ങൾ ദിവാകരന് അനുകൂലമാകില്ലെന്നാണ് വിലയിരുത്തൽ. പുറത്തു വന്ന സർവേയിലെല്ലാം ദിവാകരൻ ഏറെ പിന്നിലാണ്. കുമ്മനവും തരൂരും തമ്മിലാണ് പോരാട്ടം. ഇതിൽ കുമ്മനത്തിനാണ് സർവേകൾ കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത്. കുമ്മനത്തെ ഗൗനിക്കാതെയുള്ള തരൂരിന്റെ പ്രചാരണ രീതിയായിരുന്നു ഇതിന് കാരണം. BJPയിലെ ഒരു വിഭാഗം മോഹിച്ചതുപോലെ നടൻ മോഹൻലാൽ വന്നില്ലെങ്കിലും കുമ്മനം മത്സരിക്കാനെത്തിയതും ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നിനുമല്ല. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിൽ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തായിരുന്നു കുമ്മനം. കേരളത്തിൽ BJP വിജയിച്ച ഏക നിയമസഭാ മണ്ഡലമായ നിയമവും ഇവിടെ തന്നെയാണ്. സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ BJPക്ക് തിരുവനന്തപുരത്ത് വോട്ട് കൂടും. ഇതെല്ലാം BJPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.